അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, കണ്ണൂർ. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. എനിക്കിന്ന് രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു SM കോളേജിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി ഞാനും എൻ്റെ അനിയൻ നവി അനിയനും കൂടി നമ്മൾ രണ്ടാളും കൂടി അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാം. അമ്മയും അച്ഛനും രാവിലെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാനും ഇവനും കൂടി ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പോകുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിന്. അച്ഛനും അമ്മക്കും 2 പഴംപൊരി വാങ്ങേണ്ടിയിട്ട്. അങ്ങനെ സാധനമൊക്കെ കിട്ടി അവിടെ നിന്ന് ഇറങ്ങി. അമ്മേൻ്റെ വീട് വരുന്നത് കണ്ണാടിപ്പറമ്പ്. അപ്പോൾ അവിടത്തേക്ക് 2 റൂട്ട് വഴി പോവുക. ഒന്ന് പുതിയൊരു വഴി, മറ്റേത് വാരങ്കട വഴി. അപ്പോൾ നമ്മൾ വാരങ്കട വഴിയാണ് പോയിട്ടുണ്ടായത്. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. നല്ല കാറ്റുമായിരിക്കും. ഫുള്ളിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതും പിന്നെ ആകാശത്തിൻ്റെ നല്ല നീല കളറായിട്ട് നല്ല ഭംഗി. എപ്പോഴും പോകുമ്പോൾ ഞാൻ അധികം ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കും. വാരംകടവ് റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് അമ്മേൻ്റെ വീട് വരുന്നത്. ആ സ്റ്റോപ്പിൻ്റെ പേര് വരുന്നത് വാരം റോഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് അമ്മേൻ്റെത്. അതിൻ്റെ മുമ്പിലുള്ള ഷോപ്പും അവരെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ അങ്ങോട്ടേക്കല്ല, വേറൊരു സ്ഥലത്തേക്കാണ്. ഇത് കണ്ണാടിപ്പറമ്പ് അമ്പലമാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് അമ്മേൻ്റെയും അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതിലോട്ട് അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജി ഫീൽ വരും. ഇതിൻ്റെ സൈഡിലുള്ള ഓഡിറ്റോറിയമൊക്കെ കാണിച്ചിട്ട് അമ്മ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണാടിപ്പറമ്പ്. എനിക്കൊരു വീടുണ്ട്, അമ്മേൻ്റെ തറവാട് പൊളിച്ചിട്ട് അവിടെ എടുത്തിട്ടുണ്ടായതാണ്. അപ്പോൾ അവിടെയാണ് പണി നടക്കുന്നത്. അവിടെ വളപ്പെല്ലാം വൃത്തിയാക്കേണ്ടിയിട്ട് JCB ഒക്കെ വന്നിട്ടുണ്ടായിന്. നമ്മളെത്തുമ്പോഴേക്ക് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞത്. ഇതാണ് ഈ കാണിക്കുന്നതാണ് വീട്. ഇത് നമ്മളങ്ങനെ താമസിക്കലൊന്നുമില്ല. അപ്പോൾ അമ്മയും അച്ഛനും പണിക്കാരുടെ ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കണ്ണാടിപ്പറമ്പാണ് സ്ഥലം. നേരെ അമ്മമ്മേൻ്റെ അടുത്തേക്കല്ല പോയത്. ഇതെൻ്റെ കണ്ണാടിപ്പറമ്പിലുള്ള വീടാണ്. അപ്പോൾ ഇവിടെ വളപ്പിൽ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു. JCB ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. കുറച്ച് ആൾക്കാർ എന്ന് പറയുമ്പം ഇവൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിന് ഡേ വിത്ത് മൈ ബ്രദർ ചെയ്യുമെന്ന്. പക്ഷെ ഒരു ഡേ ചെയ്യാൻ മാത്രമൊന്നും അങ്ങനെ ഇവൻ വീട്ടിലുണ്ടാവലില്ല. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന സമയം ഇവൻ അധികം ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൻ എവിടെയെങ്കിലും പുറത്ത് പോയി കറങ്ങലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫുൾ ഡേ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ഡേ എന്തായാലും ഇവനും ഉണ്ടാവും എൻ്റെ കൂടെ ഫുള്ള്. അപ്പോൾ ഇതൊരു ഡേ വിത്ത് മൈ ബ്രദറായിട്ട് എടുക്കാം. അമ്മ എന്താ അമ്മ കെട്ടിപ്പിടിച്ച ഓനെ മാത്രം. രവി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ഹായ്. ഇവൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടന്ന് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറച്ചാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരു വലിയ താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇനി അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകണം. അമ്മമ്മ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാമ സ്വാമി ആയതുകൊണ്ട് നോൺ വെജ് ഉണ്ടാവില്ല, വെജ് ആയിരിക്കും. അപ്പോൾ ഇനി പാടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പഴംപൊരിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച്. അമ്മേൻ്റെ ചെറുപ്പത്തിൽ ഇവരെല്ലാവരും താമസിച്ചിട്ടുണ്ടായത് ഇവിടെയാണ്, അതായത് തറവാട്ടിലാണ്. ആ മുകളിലത്തെ ഞാൻ കാണിച്ചു തന്ന വീടെടുക്കുന്നതിന് മുന്നേ. അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ സ്കൂളൊക്കെ ഇവിടെ നിന്ന് ആയതുകൊണ്ട് അമ്മക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ 2-3 ആൾക്കാർ റോഡിലൂടെ പോകുമ്പോൾ അമ്മയോട് വന്ന് കണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മുകളിലെ വീട്ടിലേക്ക് പോകുമ്പം ഞാൻ അച്ഛൻ്റെ കൂടിയും നവി അമ്മേൻ്റെ കൂടിയും അത് കയറിയത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങ് പോയി. ഇതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മ. അപ്പോൾ അമ്മമ്മക്ക് യൂട്യൂബ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അമ്മമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, ഞാൻ കുളിച്ചിട്ട് മുടിയൊന്നും കെട്ടിയില്ല, നീ എന്നാ ചെയ്യുന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മമ്മക്ക് ചിരിക്കാൻ കുറച്ച് പ്രയാസമാണ്, ഇടയ്ക്കേ ചിരിയെല്ലാം വരുള്ളൂ. ഇതാണ് അമ്മേൻ്റെ അനിയെ, ഒരേ ഒരു ആങ്ങള. അപ്പോൾ മാമനും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അമ്മ പീടികയിൽ നിന്ന് സോഡ എടുത്ത് കൊണ്ടുവന്നിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്ന് നെയ്ച്ചോറും മസാലക്കറിയും പപ്പടവും സാലഡും ആയിരുന്നു ഫുഡിനുണ്ടായത്. ഫസ്റ്റ് തന്നെ ഞാൻ വന്നിരുന്നു, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിന്. അമ്മമ്മേൻ്റെ മസാലക്കറിക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അമ്മ അച്ചാറൊക്കെ കൊണ്ടു തന്നതിന് പിന്നെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ അമ്മമ്മ സ്റ്റൈൽ മസാലക്കറിയാണത്. അത് കഴിഞ്ഞപ്പം തന്നെ നവിയു ഉറങ്ങുന്നതിനും ഓനും എണീറ്റ് വന്നിരുന്നിട്ടുണ്ടായിന്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടി വന്നിരുന്നിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒന്ന് വെയിലൊന്ന് താന്നു കഴിഞ്ഞാൽ പോകേണ്ട പരിപാടിയാണ്. വേറെയും കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഞാനും നവിയും നേരെ ടൗണിലേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. ടൗണിലേക്ക് നമ്മൾ തിരിച്ചു പോയത് വാരംകടവ് വഴിയല്ല, പുല്ലൂപ്പിക്കടവ് വഴിയാണ്. അപ്പോൾ പുല്ലൂപ്പിക്കടവ് വഴി ഞാൻ ആകെ 2-3 തവണ അങ്ങാറ്റേ പോയിട്ടുള്ളൂ. ഇതിപ്പോൾ കുറേ കാലമായി. അപ്പോൾ നോക്കുമ്പോഴാണ് ഫുള്ള് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നവീകരണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇരിക്കാനും വർത്താനം പറയാനും വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇപ്പം കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വെയിലൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വന്ന് ഇരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലമാണ്. ടൗണിലെത്തിയിട്ട് നമ്മൾ നേരെ ആദ്യം പോയിട്ടുണ്ടായത് സുഡിയോയിലേക്കായിരുന്നു. നവിക്ക് ഒരു ഷർട്ടും പാൻറ്റൊക്കെ എടുക്കേണ്ടിയിട്ടാണ് സുഡിയോയിൽ കയറിയിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ സുഡിയോൻ്റെ 3rd ഫ്ലോറിലായിരുന്നു തോന്നുന്നുണ്ട്. അല്ല, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ. അപ്പോൾ 2nd ഫ്ലോറിലാണ് ജെൻസിൻ്റെ ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ 2nd ഫ്ലോറിലേക്ക് പോയി. കളക്ഷൻസ് അങ്ങനെ കുറേ കളക്ഷൻസ്, ടീഷർട്ടൊക്കെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഷർട്ടാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 ഷർട്ടാണ് കിട്ടിയത്. ആദ്യം ഒന്ന് ഈ വൈറ്റ്, പിന്നെ അത് ഈ കാണിക്കുന്ന ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രീന്. അപ്പോൾ അതിൽ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് മാത്രമാണ്. കളക്ഷൻസ് കുറവായിരുന്നു ഷർട്ടിന്. അങ്ങനെ ഞാൻ കോഴിക്കോടൊക്കെ കണ്ട വെച്ച് നോക്കുമ്പോൾ അത്രയും കളക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഷർട്ട് ഇതേ കാണിക്കുന്ന വൈറ്റ് ഷർട്ട് എടുത്തിട്ട് ഇവനൊരു പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പാൻറ്റ് നോക്കുകയാണോ, ബാഗി പാൻറ്റ്സാണ് നോക്കുന്നുണ്ടായത്. പക്ഷേങ്കിൽ ഓന് ഇഷ്ടപ്പെട്ട രീതിയിൽ പാൻറ്റൊന്നും കിട്ടിയില്ല. ഞാനപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓനങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നടന്നെങ്കിലും ലാസ്റ്റ് പാൻറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ സാധനം വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ചെമ്മണ്ണൂർ പോകണം. ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ സുഡിയോത്ത് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചെമ്മണ്ണൂരേക്കായിരുന്നു, ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെയുള്ള. അപ്പോൾ ഇതെൻ്റെ മേമയാണ്. മേമ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാനൊരു ജുംക്ക വാങ്ങേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊരു കൂപ്പണൊക്കെ കിട്ടി. പർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങി ഫില്ല് ചെയ്ത്. അപ്പോൾ ഇതാണ് ജുംക്ക. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അധികം വലുതുമല്ല അധികം ചെറുതും അല്ലാത്തൊന്ന്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇവനാണെങ്കിൽ തിരക്കാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പോവാന്നിട്ട് ഇവനെന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു. അങ്ങനെ വേഗം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വരുന്ന വഴിക്ക് തോട്ടടക്കുള്ള ലീ കേക്സിൽ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മളെ സ്ഥിരം സ്പോട്ടാണ്. ഞാൻ കോഴിക്കോട് നിന്ന് വന്നിനെങ്കിൽ വരുന്ന അധികം വരുത്തിനും നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്നും കഴിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തത് ആൽഫ്രഡോ പാസ്തയും 2 ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെയ്ക്കുമായിരുന്നു. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഷെയ്ക്കുമായിരുന്നു. അപ്പോൾ ആൽഫ്രഡോ പാസ്ത ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഒരു എരിവൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതാണെങ്കിലൊരു ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു കുത്തലായിരുന്നു കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ടായത്. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി അവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പാട് അത് കുടിക്കൽ നിർത്തിയില്ല. ഞാൻ വീഡിയോ മാറ്റിയപ്പം തന്നെ പിന്നെയും കുടിക്കാതെ തുടങ്ങുകയും ചെയ്ത്. അപ്പം ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അച്ഛനും അമ്മയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും നവിയും പിന്നെ ടൗണിലൊക്കെ പോയതുകൊണ്ട് വരാൻ ലേറ്റായി. ഓൻ എന്നോട് ഇറക്കി, ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനിനിയിപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ഇവിടം വരെ മതി എന്നാണ് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഫ്രഷായി കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്ന് പിന്നെ കിടന്നുറങ്ങാനുള്ള പ്ലാനേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം വെറുതെ അതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ